ഹായ്, നമ്മുടെ ആൾജിബ്ര എന്നുള്ള പേപ്പറിലെ അവസാനത്തെ മൊഡ്യൂളിലാണ് എത്തിയിരിക്കുന്നത്. അവസാനത്തെ മൊഡ്യൂൾ ഗാൽവ തിയറി എന്നുള്ള മൊഡ്യൂളിൽ കണ്ടൻറ്റ് കുറച്ചേ ഉള്ളൂ. എന്നിരുന്നാലും കൺസെപ്റ്റ് മാത്തമാറ്റിക്കലായിട്ടുള്ള ഐഡിയാസ് നല്ലവണ്ണം അപ്ലൈ ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് ഈ ഒരു തേർഡ് മൊഡ്യൂൾ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, ക്ലാസ് കേട്ടിട്ട് നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്യാമല്ലോ കൂടെ. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. അതിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ വരും. ഒരുമിച്ച് നമുക്ക് പല റിസൾട്ടുകളും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ നോട്ട്സിൽ തന്നിട്ടുള്ള ഈ റീകോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യണം, നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, വീഡിയോ കാണുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒന്ന് ആ ഭാഗങ്ങളൊന്ന് വായിക്കാം. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ നമുക്കിനി ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് നോർമൽ എക്സ്റ്റൻഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ഓഫ് എ ഫീൽഡ്? എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ K of a field F is a finite normal extension of F if K is separable splitting field over F. അതായത് എഫ് എന്നുള്ളൊരു ഫീൽഡ് ഉണ്ട്, അതിൻ്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് K. ആ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷനാണെന്ന് പറയും. ആ എക്സ്റ്റൻഷൻ സെപ്പറബിൾ ആകണം, അതേപോലെ സ്പ്ലിറ്റിംഗ് ഫീൽഡും ആകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷനാണെന്ന് പറയാം. ഓക്കെ, സോ ഇഫ് K is a finite normal extension of a field F, then നമുക്കറിയാം അത് സെപ്പറബിൾ സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. ഓക്കെ, ഫൈനൈറ്റ് ആണ്, സെപ്പറബിൾ ആണ്, ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ്, സെപ്പറബിൾ എക്സ്റ്റൻഷനാണ്, സ്പ്ലിറ്റിംഗ് ഫീൽഡുമാണ്. സോ നമുക്ക് എന്ത് പറയാം? കെന്ന് എഫ് ക്ലോഷറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന, എഫ് ക്ലോഷറിൻ്റെ സബ് ഫീൽഡിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു ഐസോമോർഫിസ് എടുത്താലും, എങ്ങനെയുള്ള എഫിനെ ഫിക്സ് ചെയ്യുന്ന രീതിയിലുള്ള ഏതൊരു ഐസോമോർഫിസ് എടുത്താലും അതെന്ത് തന്നെയായിരിക്കും? ആ സബ് ഫീൽഡ് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ കോഡൊമൈൻ, അതായത് കെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഐസോമോർഫിസത്തിൻ്റെ കോഡൊമൈൻ, ആ സബ് ഫീൽഡ് K ഇറ്റ്സെൽഫ് തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അടുത്ത ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, അഗെയിൻ K എഫിൻ്റെ ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷനാണ്. അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ഗ്രൂപ്പ് ഓഫ് ഓട്ടോമോർഫിസംസ് ഓൺ K ലീവിങ് എഫ് ഫിക്സ്ഡ്, അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻഡെക്സ് ഓഫ് K ഓർ എഫിന് ഈക്വൽ ആയിരിക്കും. സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് അതെന്തിന് ഈക്വൽ ആയിരിക്കും? അല്ലെങ്കിൽ സെപ്പറബിൾ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് അത് ഡിഗ്രി ഓഫ് എക്സ്റ്റൻഷൻ ഓഫ് K ഓർ എഫിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതാണ് നമുക്ക് ആദ്യം ഒന്ന് നോട്ട് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് തിയറം പറയുന്ന തിയറം ഞാനൊന്ന് സ്റ്റേറ്റ് ചെയ്യാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Let K be a finite normal extension of F and E be an extension of F where F is contained in E and E is contained in K and K is contained in algebraic closure of F. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എഫിൻ്റെ ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷനാണ് K. അപ്പോൾ എഫിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന Kൻ്റെ സബ് ഫീൽഡാണ് E. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സ്റ്റൻഷനെ കുറിച്ചിട്ടാണ് തിയറം പറയുന്നത്, എഫിൻ്റെ E എന്നുള്ള എക്സ്റ്റൻഷൻ. ദെൻ K ഈസ് എ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ഓഫ് E. ആദ്യം ഓക്കെ, ഈ ഒരു എക്സ്റ്റൻഷൻ ഈൻ്റെ ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആയിരിക്കും K. ഓക്കെ, ആൻഡ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് K ഓട്ടോമോർഫിസംസ് ഓഫ് K ലീവിങ് E ഫിക്സ്ഡ് ഈസ് പ്രിസൈസ്ലി ദി സബ് ഗ്രൂപ്പ് ഓഫ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് automorphisms of K leaving F fixed, consisting of all those automorphisms that that leaves E fixed. Okay, അപ്പോൾ ഫസ്റ്റ് കൺക്ലൂഷൻ ഇൻ്റെ ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആയിരിക്കും K. ഓക്കെ, അതായത് എഫിൻ്റെ ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷനാണ് K എങ്കിൽ എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈൻ്റെ സബ് ഫീൽഡുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ സബ് ഫീൽഡുകളുടെ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആയിരിക്കും K. ഓക്കെ, മോറോവർ നമുക്കെന്ത് പറയാം? ഈ ഒരു ഗ്രൂപ്പ്, അതായത് ഈന്ന് ഇയിലേക്ക് Kന്ന് Kയിലേക്ക് തന്നെയുള്ള ഓട്ടോമോർഫിസംസ് ഈനെ ഫിക്സ് ചെയ്യുന്നത്, ഈനെ ഫിക്സ് ചെയ്യുമ്പോൾ അതെന്തിനും ഫിക്സ് ചെയ്യും?
ഈൻ്റെ അകത്താണ് എഫ്. സോ അത് എഫിനെയും ഫിക്സ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിന് ഇതിൻ്റെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, കാരണം ഈനെ ഫിക്സ് ചെയ്യുന്ന ഓട്ടോമോർഫിസംസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഫിനെയും ഫിക്സ് ചെയ്യും. ഓക്കെ, അത് ട്രിവിയലാണ് ആ ഒരു ഐഡിയ. മോർ ഓവർ 2 automorphisms sigma and tau in the group of automorphisms on K leaving F fixed induces the same isomorphism of E onto a subfield of F closure if and only if they are in the same left coset of Galois group of ഓട്ടോമോർഫിസംസ്. ഗാൽവ ഗ്രൂപ്പ് ഓഫ് കെ ഓർ ഇ. അതായത് ഞാനിനി ഗാൽവ ഗ്രൂപ്പ് ഓഫ് കെ ഓർ ഇ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഓട്ടോമോർഫിസംസ് ഓഫ് കെ ലീവിങ് ഇ ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഗാൽവ ഗ്രൂപ്പ് ഓഫ് കെ ഓവർ ഇ ഇൻ ദി ഇവിടെ ഓവറാണ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് കെ ഓർ എഫ്. ഓക്കെ, അതായത് 2 ഓട്ടോമോർഫിസംസ് ഗ്രൂപ്പ് ഓഫ് ഓട്ടോമോർഫിസംസ് ഓൺ കെ ലീവിങ് എഫ് ഫിക്സ്ഡ്, അവിടെയുള്ള 2 ഓട്ടോമോർഫിസംസ് സിഗ്മയും ടോയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഈയിലുള്ള ഐസോമോർഫിസംസിനെ എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും. എങ്ങോട്ട്? ഈന്ന് എഫ് ക്ലോഷറിൻ്റെ സബ്ഫീൽഡിലേക്കുള്ള ഓട്ടോമോർഫിസംസിനെ ഇൻഡ്യൂസ് ചെയ്യും. ഇൻഡ്യൂസ് ചെയ്യാനുള്ള നെസസറി സഫിഷ്യൻ കണ്ടീഷനാണ് അവരെന്താകണം, ഈ ഒരു ഗ്രൂപ്പിൽ, അതായത് ഈ ഒരു കോസെറ്റുകളിൽ, ഗ്രൂപ്പല്ല കോസെറ്റുകളിൽ, അത് അവർ സെയിം ലെഫ്റ്റ് കോസെറ്റിലാണ് ആയിട്ട് വരണം. ഓക്കെ, സോ നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. കെ എന്താണ്? ഈ എഫിൻ്റെ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷനാണ്. ഓക്കെ, സോ ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് നമുക്കെന്താ പറയുക, കെ എന്താണ്? ഓർ എഫ് ഒരു സ്പ്ലിറ്റിംഗ് ഫീൽഡാണ്. ഓക്കെ, സോ കെക്ക് റെസ്പോണ്ടിങ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യും. അതിന് ഞാൻ സെറ്റ് എഫ് ഐ ഓഫ് എക്സ്, ഐ ബിലോങ്സ് ടു ഐ എന്ന് എഴുതുന്നുണ്ട്. എഫ് ഐ ഓഫ് എക്സ് എന്നുള്ള പോളിനോമിയൽസ് ഓർ ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓർ എഫ് ആണ്. ആ പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡായിട്ട് കെ വരും. ഓക്കെ, അതായത് കെ എഫിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയതുകൊണ്ട്, ഓക്കെ, ഓർ എഫ് സ്പ്ലിറ്റിംഗ് ഫീൽഡായിട്ട് വരുന്നതുകൊണ്ട് ഇൻ ദി ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓർ എഫ് എ സെറ്റ്, അതിൻ്റെ ഒരു സബ്സെറ്റ് ഓഫ് പോളിനോമിയൽസ് എക്സിസ്റ്റ് ചെയ്യും. ആ സബ്സെറ്റ് ഓഫ് പോളിനോമിയൽസിൻ്റെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആയിരിക്കും കെ. ഓക്കെ, ബൈ ഡെഫിനിഷൻ ഓഫ് സ്പ്ലിറ്റിംഗ് ഫീൽഡ്. സോ ദെൻ കെ ഈസ് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് ഓവർ ഇ. സിൻസ് നമുക്ക് ഈ ഒരു പോളിനോമിയൽസ് ഓർ ദി ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓർ എഫ് ആണ്. ഈ ഒരു ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓർ എഫ് എന്തിൻ്റെ അകത്തുണ്ടാകും? ഡൊമൈൻ ഓഫ് പോളിനോമിയൽസ് ഓർ ഈൻ്റെ അകത്തുണ്ടാകും. ഓക്കെ, കാരണം എഫ് ഈൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പോളിനോമിയൽസും ഇവിടെ ഉണ്ടാകും. സോ നമുക്ക് ഈ സെയിം സെറ്റ് ഓഫ് പോളിനോമിയൽസ് വെച്ചിട്ട് എന്ത് പറയാം? കെ ഓവർ ഇയിലും എന്താണ്? സ്പ്ലിറ്റിംഗ് ഫീൽഡാണെന്ന് പറയാം. സോ then K is splitting field over E of this same set of polynomials viewed as elements of domain of polynomials over E, since E is contained in F is contained in E. F is contained in E. Also K is separable over F. അപ്പോൾ നമുക്ക് ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആകാനുള്ള ഫസ്റ്റ് കണ്ടീഷനായി. ഓക്കെ, അതായത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആകണം, ഇനി സെപ്പറബിൾ ആകണം. സോ നമ്മൾ അസ്യൂം ചെയ്ത കെ ഓർ എഫ് ഒരു ഫൈനൈറ്റ് നോർമൽ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് നമുക്കിനി എന്ത് പറയാം? കെ ഓർ എഫ് സെപ്പറബിൾ ആണ്. ഓക്കെ, എഫിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇ, ഇൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് കെ. സോ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കെ ഓർ എഫ് സെപ്പറബിൾ ആണെങ്കിൽ എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന കെൻ്റെ സബ് ഫീൽഡുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു സബ് ഫീൽഡ് ആണെങ്കിൽ ഈ കെ ഓർ ഇ എന്തായിരിക്കും? സെപ്പറബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ ദർഫോർ കെ ഈസ് സെപ്പറബിൾ ഓവർ ഇ. ഓക്കെ, സോ കെ സെപ്പറബിൾ ആണ്, അതേപോലെ തന്നെ സ്പ്ലിറ്റിംഗ് ഫീൽഡും ആണ്. ഓക്കെ, സോ ദസ് കെ ഈസ് എ ഫൈനൈറ്റ് extension which is separable and splitting field or E.
So K is a finite normal extension. So first conclusion. Now every element of Galois group of K or E is an automorphism of K leaving E fixed. So F is contained in E. Already proof theorem state ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ എഫ് ഇൻ്റെ അകത്തുണ്ട്. സോ ഇനെ ഫിക്സ് ചെയ്യുന്ന ഓട്ടോമോർഫിസംസ് എന്തിനേയും ഫിക്സ് ചെയ്യും, എഫിനെയും ഫിക്സ് ചെയ്യും. സോ എവറി ഓട്ടോമോർഫിസം ഓഫ് കെ ലീവിങ് ഇ ഫിക്സ്ഡ് ആൾസോ ഫിക്സസ് എഫ്. സോ Galois group of K or E will be contained in Galois group of K over F. സോ ഈ രണ്ട് ഗ്രൂപ്പുകളും അണ്ടർ കോമ്പോസിഷൻ ഗ്രൂപ്പ് ഫോം ചെയ്യും. സോ എന്താണ് ഈ ഒരു ഗ്രൂപ്പ് ഇതിൻ്റെ സബ് ഗ്രൂപ്പായിട്ട് വരും. ഇനി അവസാനം മോർ ഓവർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എഴുതിയ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ഒരു ഇഫ് ആൻഡ് ഓൺലി സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കാം. Now let sigma and tau in the Galois group of K or F, then sigma and tau are in the same left coset of Galois group of K or E if and only if ലെഫ്റ്റ് കോസറ്റിൽ ആകാനുള്ള നെസസറി സഫിഷ്യൻ കണ്ടീഷനാണ് ടോ ഇൻവേഴ്സ് സിഗ്മ എന്തിലാകണം, ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ വരണം. ഓക്കെ, ടോ ഇൻവേഴ്സ് സിഗ്മ ഈസ് ഇൻ Galois group of K or E. Okay, suppose tau inverse sigma is in Galois group of K or E, then tau inverse sigma of alpha will be alpha for all alpha in E. കാരണം ഇവിടെയുള്ള ഏതൊരു ഓട്ടോമോർഫിസ് എടുത്താലും അതെന്തിനെ ഫിക്സ് ചെയ്യും, ഈനെ ഫിക്സ് ചെയ്യും. സോ ഈയിലുള്ള ഒരു എലമെൻ്റ് എടുത്താൽ ടോ ഇൻവേഴ്സ് ഓഫ് സിഗ്മ ആൽഫയാണ് എലമെൻറ്റെങ്കിൽ ടോ ഇൻവേഴ്സ് ഓഫ് സിഗ്മ ആൽഫ എന്തായിരിക്കും, ആൽഫക്ക് തന്നെ ഇരിക്കും. കാരണം ഈ എലമെൻറ്റ് ഈ ഒരു ഗ്രൂപ്പിലുണ്ട്, ഈ ഓട്ടോമോർഫിസ് ഓഫ് ഈയിലുള്ള എലമെൻറ്റ്സിനെ ഫിക്സ് ചെയ്യും. സോ ടോ വെച്ചിട്ട് ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ആക്ട് ചെയ്യിപ്പിച്ചാൽ കോമ്പോസിഷൻ എടുത്താൽ സിഗ്മ ഓഫ് ആൽഫ വിൽ ബി ഈക്വൽ ടു ടോ ഓഫ് ആൽഫ ഫോർ ഓൾ ആൽഫ ബിലോങ്സ് ടു ഇ. ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു സിഗ്മ ഓൺ ഇ. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ടോ ഈസ് ഈക്വൽ ടു സിഗ്മ ഓൺ ഇ, then we have sigma of alpha is equal to tau of alpha for all alpha in E. So tau inverse വെച്ചിട്ട് ഈ ഒരു ഇക്വേഷനിൽ ലെഫ്റ്റ് ആക്ട് ചെയ്യിപ്പിച്ചാൽ ടോ ഇൻവേഴ്സ് ഓഫ് സിഗ്മ ആൽഫ will be equal to I of alpha is identity map of alpha, that is I of alpha will be alpha. So tau inverse of sigma alpha is equal to alpha for all alpha belongs to E, that is tau inverse of sigma is in Galois group of K or E. സോ ടോ ഇൻവേഴ്സ് ഓഫ് സിഗ്മ ഈ ഒരു ഗ്രൂപ്പിലുണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഈ ഒരു സബ് ഗ്രൂപ്പ് വെച്ചിട്ടുള്ള ലെഫ്റ്റ് കോസറ്റിൻ്റെ അകത്ത് സെയിം കോസറ്റിൻ്റെ അകത്തായിരിക്കും സിഗ്മയും ടോയും. ഓക്കെ, സോ ബൈ ദി അബവ് തിയറം ദർ ഈസ് ആൻ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ലെഫ്റ്റ് കോസറ്റ് ഓഫ് Galois group of G or E in the Galois group of G, K or F. Okay, 1-1 കറസ്പോണ്ടൻസ് ഉണ്ട്. ഓക്കെ, രണ്ടും ഈക്വൽ ആണെങ്കിൽ ലെഫ്റ്റ് കോസറ്റിലുണ്ടാവും. ആൻഡ് ദി ഐസോമോർഫിസം ഓഫ് ഇ ലീവിങ് എഫ് ഫിക്സ്ഡ്. ഓക്കെ, സോ കാർഡിനാലിറ്റി ഓഫ് ലെഫ്റ്റ് കോസറ്റ് ഓഫ് G or K or alpha over Galois group of K or F over Galois group of K or E is equal to index of E or F ന് ഈക്വൽ ആയിട്ട് 1-1 കറസ്പോണ്ടൻസ് ഉണ്ടായത്. ഓക്കെ, നമുക്കിനി ഈ ഒരു എക്സാമ്പിൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് നോർമൽ എക്സ്റ്റൻഷൻ എന്താണെന്ന് പറയാനുണ്ട് ഈ ഒരു ഗ്രൂപ്പിൻ്റെ കേസ്, ഈ ഒരു ഫീൽഡിൻ്റെ കേസിൽ എക്സാമ്പിൾ. ഓക്കെ, നോർമൽ എക്സ്റ്റൻഷൻ ഈ ഒരു ഫീൽഡ് ഓഫ് റാഷണൽസിൻ്റെ എക്സ്റ്റൻഷൻ നോർമലാണെന്ന് നോക്കാം. അതേപോലെ നമുക്ക് ഈ ഒരു തിയറം അവിടെ വെരിഫൈയും ചെയ്യാം. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.